നമസ്കാരം പ്രിയമുള്ളവരെ. ജില്ലകൾ അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ പുറത്തുവരുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ചില കുത്തക സീറ്റുകൾ, ചെങ്കോട്ടകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളും വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് തൃക്കരിപ്പൂരാണ്. കഴിഞ്ഞ പ്രാവശ്യം 26,000-ൽ പരം വോട്ടുകൾക്ക് CPM വിജയിച്ച തൃക്കരിപ്പൂരിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിശകലനം വരുന്നത് 4,900 വോട്ടുകൾക്ക് മാത്രം അവിടെ VPP മുസ്തഫ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരും UDFും ഒക്കെ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ആ സീറ്റ് ചരിത്രത്തിൽ ആദ്യമായി UDFന് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന്. പ്രത്യേകിച്ചും LDFിൻ്റെ ഒരു രാഷ്ട്രീയ വിശദീകരണം വരുന്നത് 4,900 വോട്ടുകൾക്ക് മാത്രം വിജയിക്കും എന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അവിടെ കോൺഗ്രസിനും UDFിനും ഒരു പ്രതീക്ഷയുണ്ട് എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ഉദുമ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ പോലും LDFിൻ്റെ ഒരു വിശകലന പ്രകാരം 1,500 വോട്ടുകൾക്ക് LDF പിറകിലാണ്. അങ്ങനെ ഓരോ ജില്ലയിലെയും ഒരു രാഷ്ട്രീയ വിശകലനം വരുമ്പോൾ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിന് പുറത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. നമ്മൾ തൃക്കരിപ്പൂരിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച് അവിടെ വ്യക്തമായ മത ന്യൂനപക്ഷ വോട്ട് ഏകീകരണം നടന്നിട്ടുണ്ട് എന്ന ഒരു വസ്തുതയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, തൃക്കരിപ്പൂരിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ കുറിച്ച്. അദ്ദേഹം കോൺഗ്രസിലാണ് എത്തിയതെങ്കിലും, BJP വിട്ട് അദ്ദേഹം കോൺഗ്രസിലാണ് എത്തിയതെങ്കിലും മുസ്ലിം ലീഗാണത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. ആഘോഷപൂർവ്വം കൊണ്ടു നടന്നത് മുസ്ലിം ലീഗാണ്. പ്രത്യേകിച്ചും ഗൾഫിൽ KMCCയുടെ ഒക്കെ വേദികളിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു പ്രതിഫലനം മുസ്ലിം വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ സന്ദീപ് വാര്യർക്ക് വേണ്ടി കേന്ദ്രീകരിക്കപ്പെടും എന്ന ഒരു വിശകലനം തന്നെയാണ് തൃക്കരിപ്പൂരിൽ നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും VPP മുസ്തഫയുടെ പേരിലുള്ള ചില ആരോപണങ്ങൾ, ശരത് ലാൽ കൃപേഷ് വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നൊരു ആരോപണം ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും VPP മുസ്തഫ നിരീശ്വരവാദിയാണ്, അദ്ദേഹം പള്ളിയിൽ പോകാത്ത ആളാണെന്നൊക്കെയുള്ള പ്രചരണം അവിടെ വളരെ ആസൂത്രിതമായി തന്നെ നടത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ VPP മുസ്തഫയ്ക്കെതിരെയുള്ള ഒരു വോട്ട് വികേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറുവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു രാഷ്ട്രീയ വിശകലനം തന്നെയാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളും ആളുകളുമായിട്ടൊക്കെ വിശകലനം നടത്തുമ്പോഴും കിട്ടുന്ന ഒരു റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരുപക്ഷെ LDFിൻ്റെ കൂടുതൽ കുത്തക സീറ്റുകൾ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നിരിക്കെ UDFിൻ്റെതായി ഒരു പരമ്പരാഗത സീറ്റിൽ കടുത്ത മത്സരം നിലനിൽക്കുന്നത് പേരാവൂരിൽ മാത്രമാണ് എന്ന ഒരു വസ്തുതയുമുണ്ട്. നമ്മൾ ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്ന പേരാമ്പ്രയിലെത്തിയാൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് വികേന്ദ്രണം ഫാത്തിമ തഹ്ലിയയ്ക്ക് അനുകൂലമായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന വിശദീകരണം പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും കൗമിന് വോട്ടിടണം എന്ന രീതിയിൽ ഫാത്തിമ തഹ്ലിയ വർഗീയമായ രീതിയിൽ വോട്ട് പിടിച്ചു എന്ന ഒരു ആരോപണം CPMന് തെളിയിക്കപ്പെടുവാൻ പറ്റിയിട്ടില്ല. നേരത്തെ CPM ഉന്നയിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തന്നെ അതിൻ്റെ കുന്തമുനകൾ LDFന് നേരെ തന്നെ വന്നു പതിക്കുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കൂടി ഫാത്തിമ തഹ്ലിയയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന ഒരു വിശകലനം കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഷാഫിയെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം LDFിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു പ്രതികരണം, കാരണം ഷാഫി ആത്യന്തികമായ ഒരു കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വർഗീയ ചുവയുള്ള ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ല എന്ന് നിലനിൽക്കെ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയുടെ നിറം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഇടിച്ചു താഴ്ത്തുവാനുള്ള ശ്രമം ആസൂത്രിതമായി LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ഒരു വിലയിരുത്തലും ഒക്കെ ഒരുപക്ഷേ വടക്കൻ കേരളത്തിൽ LDFിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വിഘാതമായി നിൽക്കുന്നു എന്ന വിലയിരുത്തൽ വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ പോലും അവിടെ പരമ്പരാഗത സീറ്റായ ആലപ്പുഴ, അവിടെ ചിത്തരഞ്ജൻ പരാജയപ്പെടുവാനാണ്. AD തോമസ് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ സമരം നടത്തിയതിൻ്റെ പേരിൽ വലിയ രീതിയിൽ പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്ന ഈ രക്ഷാദൗത്യത്തിൻ്റെ ഫലമായി ചെടിച്ചട്ടിക്കൊക്കെ അടിയേറ്റ AD തോമസ് ആലപ്പുഴയിൽ നിന്ന് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന രാഷ്ട്രീയ നിഗമനം വരികയാണ്. ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഈ ഇലക്ഷനിലൂടെ ഉണ്ടാകും. കുട്ടനാട് LDFന് നഷ്ടപ്പെടും എന്ന സ്ഥിതിവിശേഷം വരുന്നു. അരൂർ നഷ്ടപ്പെട്ടേക്കാം എന്ന സ്ഥിതിവിശേഷം വരുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ അട്ടിമറി വിജയം നേടിയേക്കാം എന്ന രാഷ്ട്രീയ വിശകലനം വരുന്നുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പത്തനാപുരത്ത് ഗണേഷ് കുമാറിൻ്റെ പരാജയം അത് ഏകദേശം ഉറപ്പാകുന്നുണ്ട്. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചു റാണി
പരാജയപ്പെടുവാനാണ് സാധ്യതയെന്ന് CPI ജില്ലാ നേതൃത്വത്തിൻ്റെ ഇലക്ഷന് ശേഷമുള്ള വിശദീകരണം പുറത്തു വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പോലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ UDFനുണ്ട് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ പുറത്തു വരികയാണ്. 6 സീറ്റിൽ LDFും 6 സീറ്റിൽ UDFും വിജയിക്കുവാനുള്ളൊരു സാധ്യതയാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നത്. 2 സീറ്റുകൾ നേമവും കഴക്കൂട്ടത്തും BJP മേധാവിത്വം പുലർത്തുന്നു. പക്ഷേ ആ സീറ്റുകൾ ചിലപ്പോൾ BJPക്ക് നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. ഈ 2 സീറ്റുകളിലും രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ BJP ആണ് മുന്നിൽ എന്ന ഒരു നിഗമനമാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, കോവളം, കാട്ടാക്കട, വട്ടിയൂർക്കാവ് എന്നീ 6 സീറ്റുകളിൽ UDFന് സാധ്യതയുള്ളപ്പോൾ തന്നെ ചിറയൻകീഴ്, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, അരുവിക്കര, വാമനാപുരം, പാറശാല എന്നീ 6 സീറ്റുകളിൽ LDFന് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണം എന്ന് പറയുന്നത് 75 സീറ്റുകളിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് CPM വിജയിച്ച് അധികാരത്തിൽ വരും എന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വാർത്ത, അത് ഒരുപക്ഷെ CPMൻ്റെ അണികളെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇപ്പോൾ വീക്ഷിക്കപ്പെടുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള തർക്കങ്ങളും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും രൂപപ്പെടുന്നുണ്ട്. സതീശനും KC വേണുഗോപാലും തമ്മിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മത്സരം എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഈ ചേരിത്തിരിവും അതുപോലെയുള്ള വാക്പോരുകളും ഗ്രൂപ്പിസവും ഒക്കെ പാർട്ടിയെ പിന്നോട്ടടിക്കുന്ന ഒരു ചരിത്രമുണ്ടായിട്ടുണ്ട്. 2001 88 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 63 സീറ്റിൽ വിജയിച്ചാണ് 2001 അധികാരത്തിൽ വരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഗ്രൂപ്പിസവും തമ്മിൽ തല്ലലും ഒക്കെ നിമിത്തം കോൺഗ്രസിൻ്റെ സീറ്റ് വിഹിതങ്ങൾ ഓരോ ഇലക്ഷനിലും കുറയുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുന്നത്. 2006 ആകുമ്പോൾ വെറും 24 സീറ്റിലെത്തുന്നു. 2011 അധികാരം നേടിയിട്ടും വെറും 38 സീറ്റിൽ മാത്രമേ കോൺഗ്രസ് വിജയിക്കുവാൻ കഴിയുന്നുള്ളൂ. 2016 ആകുമ്പോൾ അത് 22 സീറ്റിലെത്തുന്നു. 2021 കഴിഞ്ഞ ഇലക്ഷനിൽ 22 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുക്കപ്പെടുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് ഗ്രൂപ്പിസം കോൺഗ്രസിനെ പിന്നോട്ടടിക്കുമോ എന്ന ഒരു ഭയം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അണികളിലെ ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട വീക്ഷണമുണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പദവി വഹിച്ച കാലഘട്ടത്തിൽ 5 മന്ത്രിമാർക്ക് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ചില കാര്യങ്ങളുടെ പേരിൽ രാജിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ പാർട്ടിയെ വിജയത്തിലെത്തിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നടന്ന ബൈ ഇലക്ഷനുകളിൽ ഒക്കെയും UDF പരാജയപ്പെടുകയായിരുന്നു. കോന്നിയിലും വട്ടിയൂർക്കാവിലും പാലയിലുമൊക്കെ അത് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് എഫക്റ്റായി നിൽക്കുന്നുണ്ട്. പക്ഷേ VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം നയിച്ച എല്ലാ ഇലക്ഷനിലും, ബൈ ഇലക്ഷനിൽ ഉൾപ്പെടെ, നിലമ്പൂരിലും ഉൾപ്പെടെ അദ്ദേഹം വിജയിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൂടുതൽ അനുകൂലമായ ഒരു പോയിന്റ് നേടിക്കൊടുക്കുന്നു എന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചേരിതിരിഞ്ഞതുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.